الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള പല രൂപത്തിലുള്ള അതിക്രമങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തുമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏത് രൂപത്തിലുള്ള അതിക്രമമാണ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമേറെ നടക്കുന്നത് എന്ന ചോദ്യത്തിന് സാധാരണയായി പറയാറുള്ള മറുപടി ശാരീരികമായ അതിക്രമങ്ങളുണ്ട്, സാമ്പത്തികമായ അതിക്രമങ്ങളുണ്ട്, അവരുടെ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റങ്ങളുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറും കേൾക്കാറും ചർച്ച ചെയ്യാറുമുണ്ട്. സത്യത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അതിക്രമം ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നും ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നും മുസ്ലിങ്ങളെ അകറ്റുവാനുള്ള തകൃതിയായ ശ്രമമാണ്. പലപ്പോഴും നമ്മൾ കാണാതെ പോവുകയോ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയോ ഒക്കെ ചെയ്യുന്ന ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണത്. നമ്മുടെ തന്നെ ജീവിതത്തിൽ നിന്നൊക്കെ പല രംഗങ്ങളിലും പല കാര്യങ്ങളിലും ഇസ്ലാമിനെ അടർത്തി മാറ്റി ഇസ്ലാമിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കുന്നതിൽ നമ്മൾ തന്നെ മത്സരിക്കുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ വിവാഹങ്ങളിൽ, നമ്മുടെ വീടുകളിലെ ചടങ്ങുകളിൽ, നമ്മുടെ ഏർപ്പാടുകളിലൊക്കെ നിരന്തരമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു മുസ്ലിം ഏറ്റവുമേറെ ഭയപ്പെടേണ്ടത് അവന് ശാരീരികമായി ഏൽക്കുന്ന പ്രയാസങ്ങളെയോ അവന് സാമ്പത്തികമായി അവനെ ഏൽപ്പിക്കുന്ന ബുദ്ധിമുട്ടുകളെയോ മാനസികമായി അവനുണ്ടാക്കുന്ന ഉപദ്രവങ്ങളെയോ ഇതൊന്നും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അത്ര ഭയപ്പെടേണ്ട ഒരു സംഗതിയല്ല. കാരണം ഇത് മുൻഗാമികളായ വിശ്വാസികളായ ആളുകൾക്കൊക്കെ എമ്പാടും ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ, ഈ ലോകത്ത് ജീവിച്ച ഇസ്ലാമിൻ്റെ മഹത്തുക്കളായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ ആർക്കാണ് ഉപദ്രവങ്ങൾ ഏൽക്കാത്തവരായിട്ടുള്ളത്? ആർക്കാണ് സ്വത്തും നാടും വിട്ട് അന്യനാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടില്ലാത്തത്? ആർക്കാണ്? ആരെയാണ് മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലാത്തത്? അപ്പം ഈ പീഡനം, ഈ കഷ്ടപ്പാട് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഈ പീഡനങ്ങളും പ്രയാസങ്ങളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായുള്ള അവരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കേറെ ഗുണം ചെയ്യുന്ന സംഗതികളാണ്.
ഇസ്ലാമിന് വേണ്ടി എന്ത് വേദന ഞാൻ സഹിച്ചിട്ടുണ്ടോ ആ വേദനക്ക് നാളെ റബ്ബ് എനിക്ക് കൂലി തരും, തീർച്ചയാണ്. ഇസ്ലാമിന് വേണ്ടി എന്തു മനപ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ ആ പ്രയാസങ്ങൾക്ക് നാളെ എൻ്റെ റബ്ബ് എനിക്ക് കൂലി തരും, തീർച്ചയാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ഒരു നയാ പൈസ എനിക്ക് നഷ്ടമാവുകയോ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 10 മടങ്ങ് എൻ്റെ റബ്ബ് എനിക്ക് മടക്കി തരുമെന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിന് വേണ്ടി ഒരു നേരം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ ആ പട്ടിണിക്ക് പകരമായി എൻ്റെ റബ്ബ് സ്വാദിഷ്ടമായ നാളെകൾ എനിക്ക് നൽകുമെന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഈ രൂപത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും അതവന് നഷ്ടം വരുത്തുന്നില്ല, അതവനെ പരാജയപ്പെടുത്തുന്നില്ല, അതവൻ്റെ ശക്തിയും കരുത്തും വർദ്ധിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. എന്നാൽ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രൂപത്തിലുള്ള ഈ അതിക്രമം ഒരു മുസ്ലിമിനെ അവൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അകറ്റി നിർത്താൻ, അവൻ്റെ യഥാർത്ഥമായ സംസ്കാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ, അവൻ്റേതായ പ്രത്യേകതകളിൽ നിന്ന് അവനെ അടർത്തി മാറ്റാനുള്ള പല രൂപത്തിലുള്ള ശ്രമങ്ങൾ, അതിന് സാംസ്കാരികം എന്ന പേരിൽ, രാഷ്ട്രീയം എന്ന പേരിൽ, ആധുനികം എന്ന പേരിൽ, വിദ്യാഭ്യാസം എന്ന പേരിൽ പല രൂപത്തിലാണ് ഈ ശ്രമങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ പേടിച്ചിട്ടില്ലെങ്കിൽ, ഇതിനെ നമ്മൾ ഭയപ്പെട്ടില്ലെങ്കിൽ, ഇതിനെതിരെ ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്തുണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും അതൊരു കനത്ത നഷ്ടമാണ്. നമ്മുടെയൊക്കെ 5 നേരം നിസ്കരിക്കുന്ന ബാപ്പമാരുടെ ഉമ്മമാരുടെയൊക്കെ മക്കള് എഴുന്നേറ്റ് നിന്നിട്ട് പച്ചക്ക് ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, എന്തുകൊണ്ട് സ്വർഗത്തിൽ സ്വന്തം ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിച്ചുകൂടാ, എന്തിന് മാതാപിതാക്കളെ നോക്കണം, എന്തിന് കല്യാണം കഴിക്കണം, എന്തിന് കുടുംബം വേണം എന്നൊക്കെ ചോദിക്കുന്നത് ആരാന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അങ്ങനെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു തലമുറയെ കൊണ്ടുപോകാൻ ഈ വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണത്. ഞാനൊരു മുസ്ലിമാണ് എന്നതിൽ അഭിമാനിക്കുകയും ആ ഇസ്ലാമിൻ്റെ സംസ്കാരവും അതിൻ്റെ ആരാധനാക്രമവുമാണ് എൻ്റെ അഭിമാനമെന്ന് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയാൻ സാധിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനമെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക, അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ ജീവിക്കുക, ഞാനൊരു മുസ്ലിമാണ് എന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഉച്ചയിസ്തരം അഭിമാനത്തോടു കൂടി പറയുക, അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. വർത്തമാനകാലത്ത് ഞാൻ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികൾ, അവർ ഏറ്റവും ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ മനസ്സിൽ ഇസ്ലാമിനെ പറ്റി ഒരു അപകർഷതാബോധം ഉണ്ടാക്കിയെടുക്കുക എന്നിടത്താണ്. ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കുക എന്നത് മോശമായി കാണുക, ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ ജീവിക്കുക എന്നത് ഒരു മോശമായിട്ട് കാണുക, ഇസ്ലാമിന്റെ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നത് ഒരു മോശമായിട്ട് കാണുക, ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഉറക്കെ പറയുക എന്നത് ഒരു മോശമായിട്ട് കാണുക, ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് കാണുക. ഇതൊക്കെ ഇസ്ലാമിനെ നെഞ്ചിലേറ്റുന്നവരുടെ മനസ്സിലേക്ക് ഒരു അപകർഷതാബോധം ഇട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെപ്പോലെ ഇസ്ലാമികമായ വേഷം ധരിക്കുന്ന കുട്ടികളുടെ അടുത്ത് ചില ആളുകൾ വന്നിരിക്കും അത്രേ, അതാണാവാം പെണ്ണാവാം, എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇവരുടെ കാര്യം വളരെ മോശാല്, ഇവർ ഈ ചാക്കിൽ കെട്ടിയതുപോലെ നടക്കണല്ലേ, ഇവർക്ക് വരെ ശരീരമൊന്നും പുറത്ത് കാണിക്കാൻ പറ്റൂലല്ലേ, ഇവർക്കൊരു സിനിമക്ക് പോകാൻ പറ്റൂല, ഇവർക്കൊരു വിരുന്ന് പോകാൻ പറ്റൂല, ഇവർക്കൊരു ടൂർ പോകാൻ പറ്റൂല, ഇവർക്ക് പ്രണയിക്കാൻ പറ്റൂല, ഇവർക്ക് ആഘോഷിക്കാൻ പറ്റൂല, പിന്നെ എന്തിനാലേ ഇവരൊക്കെ ജീവിക്കുന്നത് എന്ന് ഇവർ കേൾക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഒച്ച ഉയർത്തി പറയുമ്പോൾ അതിൻ്റെ നടുവിലിരിക്കുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, മെഴുകുതിരി പോലെ ഉരുകിപ്പോകും. ആ പെൺകുട്ടി ഉരുകാതിരിക്കണമെങ്കിൽ ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന സംസ്കാരം, അതൊരു അഭിമാനത്തിൻ്റെതാണ് എന്ന ഒരു തിരിച്ചറിവ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കുട്ടിയെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല.
ഇത് ആ കുട്ടിയുടെ മാത്രം കഥയല്ല. നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് സംഗതിയൊക്കെ മതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. ഒരു 19 കിലോ മുട്ടായിയൊക്കെ അല്ലാതെ എങ്ങനെയാ ഇപ്പൊ പെണ്ണ് കാണാൻ പോകുക? അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മോശക്കാരാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇസ്ലാം അല്ല ഉഷാറ്, ഇതാണ് ഉഷാറ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മളെത്താണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഇസ്ലാമിന് വിരുദ്ധല്ലേ, നമുക്കത് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്ത് കല്യാണ എന്ന് ചോദിക്കുമ്പോൾ നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു കീഴടങ്ങലിലേക്ക് നമ്മളെത്താണ്. നമ്മുടെ മതം അതൊരു അഭിമാനമാണെന്ന് മനസ്സിൽ പറയാൻ അല്ലേ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ശരിക്ക് കേൾക്കണം കേട്ടോ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് എന്ന അറബി വാക്കിന്റെ അർത്ഥം പണ്ട് കാലം മുതൽ എല്ലാവർക്കും അറിയാം. ഇസ്സത്ത് എന്ന പ്രതാപം എന്നാണ്. എന്താ പ്രതാപം എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത്, എൻ്റെ കൂടെയുള്ളത് ഏറ്റവും ഉന്നതമാണ് എന്ന വിശ്വാസമാണ് ഇസ്സത്ത് അഥവാ പ്രതാപം. സത്യവിശ്വാസികൾ മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനക്കാർ അവരെ സ്വീകരിച്ചു. മദീനയിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് മക്കയിലെ ചില ആളുകൾ പറഞ്ഞത്, മക്കയിലെ പ്രതാപികളായ തറവാട്ടുകാരായ സമ്പന്നരായ ഖുറൈശികളിലെ പ്രമുഖരായവർ, അവർ പറഞ്ഞു നമുക്ക് മദീനയിലേക്ക് പോകണം. നമ്മൾ മദീനയിൽ ചെന്നാൽ നമ്മുടെ പ്രതാപവും നമ്മുടെ പണവും നമ്മുടെ സ്വാധീനവും ഒക്കെ കാണുമ്പോൾ ഇപ്പൊ മദീനയിൽ ചെന്ന മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, അവർ അടിമകള്, പ്രയാസപ്പെടുന്നവര്, കഷ്ടപ്പെടുന്നവര്, ആരോരുമില്ലാത്തവര്, അവരെ മദീനക്കാര് നിന്ദ്യരായിട്ട് കാണും. കാരണം നമ്മളാണല്ലോ തറവാടികള്, നമ്മളാണല്ലോ പൈസക്കാര്, നമ്മളാണല്ലോ നേതാക്കള്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെന്ന മുസ്ലിങ്ങളെ അവര് നിന്ദ്യരായി കാണുകയും നമുക്ക് വേണ്ടി, ഈ പ്രതാപികളായ നമുക്ക് വേണ്ടി ഈ നിന്ദ്യരായ മുസ്ലിങ്ങളെ അവർ മദീനയിൽ നിന്ന് പുറത്താക്കിക്കോളും എന്ന് ചില ആളുകൾ വിചാരിച്ചു. അവരങ്ങനെ പറഞ്ഞു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ അത് തിരുത്തി പറഞ്ഞു. വലില്ലാഹിൽ ഇസ്സത്തു. മനസ്സിലാക്കിക്കോളി, അല്ലാഹുവിനാണ് പ്രതാപം. വലിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനാണ്. വലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കാണ്. വലാകിന്നൽ മുനാഫിഖീന, എന്നാൽ മനസ്സിൽ ഈമാനും ഇസ്ലാമും ശരിക്ക് കേറിയിട്ടില്ലാത്ത കപട വിശ്വാസികളുണ്ടല്ലോ, അവർ ലാ യഅലമൂൻ, അവരറിയുന്നില്ല. അവരിപ്പോഴും പ്രതാപം കാണുന്നത് മറ്റുള്ളവന്റെ തറവാടിന്റെ വലിപ്പത്തിലാ, അവന്റെ പൈസന്റെ വലിപ്പത്തിലാ, അവന്റെ കാറിന്റെ വലിപ്പത്തിലാ, അവന്റെ വരുമാനത്തിന്റെ വലിപ്പത്തിലാ, അവന്റെ മുഖത്തിന്റെ സൗന്ദര്യത്തിലാ, അവന്റെ നിറത്തിന്റെ വെളുപ്പിലാ അവരിപ്പോഴും ഇസ്സത്ത് കാണുന്നത്. ഓ ഉഷാറാട്ടോ, എന്താ ഉഷാറില്ലേ, എന്താ അവന്റെ പൈസ, എന്താലേ ഇസ്സത്ത് അവിടെ കാണുക. ആര് നിറങ്ങള്? മനസ്സിൽ വിശ്വാസമില്ലാത്ത മുനാഫിക്കായ മനുഷ്യന്മാർ അങ്ങനെ ചിന്തിക്കുക. എന്നാൽ മനസ്സിന്റെ ഉള്ളിൽ ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. നോക്കൂ നിങ്ങൾ, ഈ ലോകത്തിലെ മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്. ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് ആദർശങ്ങളുണ്ട്, ഒരുപാട് ദീനുകൾ എന്ന് പറയുന്ന ഒരുപാട് മതങ്ങളുണ്ട് ഈ ലോകത്ത്. ആ മതങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനെയൊക്കെയാണ് മനുഷ്യന്മാർ ഇവിടെ ആരാധിക്കുന്നത്? എന്തൊക്കെ ആരാധനകളാണ് ലോകത്ത് ചെയ്യുന്നത്? ജീവികളും പറവകളും കല്ലുകളും മരങ്ങളും മഴയും കടലും സകല വസ്തുക്കളെയും ആരാധിക്കുന്ന ഒരു ലോകത്ത് ഒരു മുസ്ലിമിനോട് ചോദിക്കുക, നിങ്ങൾ ആരെ ആരാധിക്കണേ? നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഏഷ്യയിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലും യൂറോപ്പിലും എവിടെയുള്ള മുസ്ലിമാണോ അവൻ പറയുന്ന ഉത്തരം ഒരേ ഉത്തരം. എന്താണ് ഉത്തരം? ആ ഉത്തരം യാ യുഹന്നാസ് ഇഅ്ബുദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും. നിങ്ങളെ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് മുമ്പ് ഈ ലോകത്ത് ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവരെയൊക്കെ സൃഷ്ടിച്ച, ആകാശത്തെ മേൽപ്പൂരയാക്കി വെച്ച, അതിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്ന, ഭൂമിയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാറ്റിനും കഴിവുള്ള ആ ശക്തി ഉണ്ടല്ലോ, അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അഭിമാനത്തോടെ, ഇതിലേറെ ഇതിനപ്പുറത്തേക്ക് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരഭിമാനം പറയാൻ ഈ ലോകത്താർക്ക് സാധിക്കാം? മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് മൂസ? നീ പറയുന്നുണ്ടല്ലോ അല്ലാഹു റബ്ബ് റബ്ബ്, ആരാണ് നിങ്ങളുടെ റബ്ബ്? അതിന് മൂസാ നബി കൊടുത്ത മറുപടി ഉണ്ട്, റബ്ബുനല്ലദീ അഅത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ.
ലോകത്തിലെ സകല വസ്തുക്കൾക്കും അതിന് സൃഷ്ടിപ്പ് കൊടുക്കുകയും പിന്നെ അവയൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് അവക്ക് നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്ത ആ പരമോന്നതനായ സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവാണ് ഞങ്ങളുടെ റബ്ബ്. ഇതിലേറെ അഭിമാനത്തോടെ, ആത്മാഭിമാനത്തോടെ ആരാധിക്കുന്ന റബ്ബിനെ, ദൈവത്തിന് പരിചയപ്പെടുത്താൻ സാധിക്കുന്ന വേറെ ആരാണ് സഹോദരന്മാരെ ഈ ലോകത്തുള്ളത്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ലോകത്താരുടെ മുമ്പിലും ഏറ്റവും മികച്ച വിശ്വാസത്തിന്റെ വാക്താക്കളാണ് എന്ന് പറയാൻ ഈ വിശ്വാസത്തിന്റെ ആളുകൾക്ക് സാധിക്കുന്നത് അന്യൂനമായ ഈ വിശ്വാസത്തിന്റെ പ്രത്യേകത കൊണ്ട. ഒരു മനുഷ്യന്റെ മുമ്പിലും തലകുനിക്കാത്ത റുസ്തം സാമ്രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. ആ റുസ്തമിന്റെ മുമ്പിലേക്കാണ് ഇസ്ലാമിന്റെ സർവ്വസൈന്യാധിപനായിട്ട് കയറി ചെന്നത് റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. റുസ്തമിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ അന്നത്തെ സമ്പ്രദായ പ്രകാരം റുസ്തമിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് സുജൂദ് ചെയ്തിട്ട് വേണം ഒരാൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ സംസാരിക്കാൻ. എന്നാൽ തലകുനിക്കാതെ, നടുകുനിക്കാതെ നേർക്ക് നേരെ നിൽക്കുന്ന റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് റുസ്തം ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്, എന്താ നിങ്ങളുടെ തീരുമാനം, എന്താ നിങ്ങളുടെ ഉദ്ദേശം? റബീഉ ബിൻ ആമിർ പറഞ്ഞത്, ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് ആരാധന എന്നത് സൃഷ്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സംഗതിയല്ല. സൃഷ്ടിക്ക് കൊടുക്കുന്ന ആരാധനയിൽ നിന്ന് ആരാധനയെ സൃഷ്ടാവിന് കൊടുക്കുന്ന ആരാധനയാക്കി മാറ്റണം. അതിനാണ് ഞങ്ങൾ വന്നത്. എന്താലേ നോക്കി നിങ്ങൾ, ആരാധന എന്നത് അത് സൃഷ്ടികൾക്ക് കൊടുക്കേണ്ട സംവിധാനമല്ല, അത് സൃഷ്ടാവിന് കൊടുക്കണം. സൃഷ്ടാവിന് കൊടുക്കേണ്ടതാണ് ആരാധന എന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഈ ലോകത്ത് വന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയാം. ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയപ്പോ അതിന്റെ താക്കോല് അത് ഭരണാധികാരിയെ നേരിട്ട് ഏൽപ്പിക്കലാണ് തങ്ങളുടെ സമ്പ്രദായമെന്ന് അവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞപ്പോ ആ താക്കോൽ ഏറ്റുവാങ്ങാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നാട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവർ വിചാരിച്ചത് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തലവനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവർ വലിയ ചുവന്ന പരവതാനിയൊക്കെ വിരിച്ച് നാടിനെ മനോഹരമാക്കി ഭരണാധികാരിയെ സ്വീകരിക്കുവാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ്. അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്ത് ചെന്ന്, കൂടെയുള്ളത് ഒരു പരിചാരകൻ മാത്രമാണ്. തന്റെ കാലിലെ ഷൂ അഴിച്ച് ഒരു ഭാഗത്ത് വെച്ചിട്ട് അദ്ദേഹം തന്റെ കുതിരയുടെ കയറും പിടിച്ച് അങ്ങനെ നടന്ന് ആ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ സർവ്വസൈന്യാധിപൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫ ഉമറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഖലീഫ, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ നേതാവിനെ കാത്തിരിക്കുക ഈ നാട്ടുകാര്. അതുകൊണ്ട് ഈ രൂപത്തിൽ അങ്ങോട്ട് കയറി ചെല്ലരുത്. രാജകീയമായ വസ്ത്രങ്ങളും രാജകീയമായ രൂപങ്ങളും അതെല്ലാം സ്വീകരിച്ചു വേണം അവർക്കിടയിലേക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദിന്റെ കയ്യിൽ ഇങ്ങനെ കൊട്ടിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വേറെ അധികമൊന്നും പറയുന്നില്ല. അദ്ദേഹം സൈന്യാധിപനാ. എന്നിട്ട് പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളെ ഒന്നിനും പറ്റാത്ത, 5 പൈസക്ക് പറ്റാത്ത, യുദ്ധം ചെയ്യാനും കൊല്ലാനും കുടിക്കാനും മാത്രം പറ്റിയിരുന്ന ഒന്നുമില്ലാത്തൊരു ജനതയായിരുന്നു. നമ്മളെ അള്ളാഹു നമുക്ക് അഭിമാനം തന്നത് ഈ ദീന് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീൻ എനിക്കുണ്ടോ, അതിന്റെ മേലെ എൻ്റെ അഭിമാനം പ്രകടിപ്പിക്കാൻ എനിക്ക് വസ്ത്രങ്ങളോ ജാടകളോ ഒന്നും വേണ്ട. എൻ്റെ അഭിമാനം ഞാൻ മുസ്ലിമാണ് എന്നതാണ്. അതുകൊണ്ട് ഷൂ ഊരിയാലും തലപ്പാവില്ലെങ്കിലും കുതിരപ്പുറത്തായാലും നടന്നായാലും ഉമർ മുസ്ലിമാണോ എങ്കിൽ ഉമർ അഭിമാനി തന്നെയാണ്. ആ ഉമറിന്റെ ഇസ്സത്ത് ഉമറിന്റെ വസ്ത്രത്തിലോ ഉമറിന്റെ ജാടകളിലോ ഉമറിന്റെ സൈന്യത്തിലോ അല്ല. ഉമറിന്റെ ഇസ്സത്ത് ഉമറിന്റെ ഇസ്ലാമിലാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ആരാണ് സൃഷ്ടാവെന്നറിയാതെ, എങ്ങനെയാണ് ആരാധന എന്നറിയാതെ, കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള്, മുരട്, മൂർഖൻ പാമ്പ് വരെ സകലതിന്റെ മുമ്പിലും കഴുത്ത് വളച്ച്, നടുവളച്ച്, ഊരവളച്ച് സാഷ്ടാംഗം ചെയ്ത് സങ്കടം പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുന്ന ആ അഭിമാന ബോധമുണ്ടല്ലോ, അത് ഒരു വിശ്വാസിയുടെ മാത്രം സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ഉൾക്കൊള്ളുക. നമ്മുടെ വിശ്വാസം നമുക്കൊരു ഭാരമാവാതിരിക്കാൻ. അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലേ നമ്മുടെ വിശ്വാസം നമുക്കൊരു ഭാരമാവും. പലപ്പോഴും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വെറുപ്പാവും. പലപ്പോഴും ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നീക്കി വെച്ച് അവിടേക്ക് നമ്മൾ മറ്റു ചിലത് കൊണ്ടുവരാൻ ശ്രമിക്കും. ഈമാനിന്റെ മാധുര്യം
ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അയാൾ പ്രഖ്യാപിച്ചിരിക്കണം. എന്താണ് ആ പ്രഖ്യാപനം എന്ന് പറയുന്നത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. തൃപ്തിപ്പെടുക പറഞ്ഞാൽ ഒരാൾ അടിച്ചേൽപ്പിക്കുക എന്നല്ല, ഒരാൾ നിർബന്ധിക്കുക എന്നല്ല, ഒരാൾ സമ്മർദ്ദം ചെലുത്താനല്ല. തൃപ്തി എന്നത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട സ്വന്തമായ ഒരു വികാരമാണ്. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബില്ലാഹി, അല്ലാഹുവിനെ, റബ്ബൻ, എന്റെ രക്ഷിതാവായിട്ട്. അല്ലാഹു എന്റെ രക്ഷിതാവാണ്. ആ അല്ലാഹു പറയുന്നത് എന്തോ അതാണ് എന്റെ ജീവിതം. അങ്ങനെ അല്ലാഹുവിനെ എന്റെ രക്ഷിതാവായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ എന്റെ ജീവിതത്തിന്റെ മാർഗമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നെ നിർബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നല്ല, എന്റെ മേൽ ബലം പ്രയോഗിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ആയിരിക്കുന്നു എന്നല്ല, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിനെ ദീനാക്കുന്നതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ദൂതനാണെന്നും ആ പ്രവാചകന്റെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും എൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവനാണ് ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചവൻ. അല്ലെങ്കിലേ ഒരു ഭാരമായി തോന്നുന്നത്. പലപ്പോഴും ഇങ്ങനെ ഏറ്റുമുട്ടും, നമ്മുടെ ഇഷ്ടങ്ങളുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ പലപ്പോഴും മതത്തിനെ മാറ്റിവെച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ട ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അങ്ങനെയാവാൻ എല്ലാ ഭാഗത്തു നിന്നും കഠിനമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ മനസ്സിൽ അവരുടെ വിശ്വാസം മോശമാണ്. മുസ്ലിങ്ങളുടെ മനസ്സിൽ അവരുടെ ആചാരങ്ങൾ പോരാ, അല്ലേ? നമ്മുടെ ആചാരങ്ങളൊന്നും പോരാ, റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും പോരാ, ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും പോരാ. നമ്മൾ പുതുതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്ത് അത് അങ്ങനെ ആക്കുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ എന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പിശാചിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ തോറ്റുപോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്സത്തുള്ളവരാവുക, അഭിമാനമുള്ളവരാവുക. എൻ്റെ ഇസ്സത്ത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ദീനാണ് എന്ന് മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഉറപ്പിച്ചു വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നോക്കൂ നിങ്ങൾ, ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹം പ്രവാചകനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രവാചകന്റെ ഭാര്യ ഖദീജയുടെ ഒരു ബന്ധു കൂടിയാണ്. ഒരിക്കൽ ഇറാഖിലേക്ക് യമനിലേക്ക് അദ്ദേഹം യമനിലെ ഒരു മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ആ യമനിലെ രാജാവ് ധരിക്കുന്ന വില കൂടിയ ഒരു വസ്ത്രം അത് അവിടെ ഇങ്ങനെ ലേലം ചെയ്യുന്നുണ്ട്. രാജാവ് ധരിക്കുന്ന നല്ല വില കൂടിയ ഭംഗിയുള്ള വസ്ത്രമാണ്. അപ്പോ ഹക്കീം ഇബ്നു ഹിസാം അത് വാങ്ങി. അയാൾക്ക് വേണ്ടിയല്ല, ഇത് പ്രവാചകന് സമ്മാനം കൊടുക്കണം. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആളാണ് പ്രവാചകൻ. ഇത് പ്രവാചകന് സമ്മാനമായി കൊടുക്കണം എന്നുള്ള നിലക്ക് യമനിലെ രാജാവ് ധരിക്കുന്ന ആ വസ്ത്രം ഹക്കീം ഇബ്നു ഹിസാം മാർക്കറ്റിൽ നിന്ന് വാങ്ങാണ്. അത് കൊണ്ടുവന്ന് അദ്ദേഹം പ്രവാചകന് സന്തോഷത്തോടു കൂടി സമ്മാനിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ധരിച്ചു. നല്ല പ്രൗഢിയുള്ള ഭംഗിയുള്ള രാജകീയമായ വസ്ത്രം അത് ധരിച്ച ശേഷം പ്രവാചകൻ അത് ഊരിയെടുത്തിട്ട് തൻ്റെ അടുത്തുണ്ടായിരുന്ന ഉസാമത്ത് ബിൻ സെയ്ദിന് കൊടുത്തു. ആരാ ഉസാമത്ത് ബിൻ സെയ്ദ് എന്നറിയോ? അടിമയാണ്. അദ്ദേഹത്തിന്റെ ബാപ്പ അടിമയാണ്, സെയ്ദ് അടിമയാണ്. ആ അടിമയുടെ മകനാണ് ഉസാമ, അദ്ദേഹം അടിമയാണ്. ആ അടിമ എന്ന് പറഞ്ഞ അക്കാലത്ത് നിങ്ങൾക്ക് അറിയല്ലോ. അടിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതിന് ഉദാഹരണം പറയാൻ പറ്റൂല. അത്രയും താഴ്ന്ന കടയിൽ ജീവിക്കേണ്ടവരെ അടിമ. ഒരു നാൽക്കാലിയേക്കാൾ താഴെയാണ്. നമ്മുടെ നാട്ടിലെ പശുവിനും പോത്തിനുമുള്ള സ്ഥാനം പോലും ഇല്ലാത്ത ജീവികളാണ് അന്ന് അടിമകൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാജകീയമായ വസ്ത്രം അത് അദ്ദേഹം ഉസാമത്ത് ബിൻ സെയ്ദിന് കൊടുത്തു. അദ്ദേഹം അത് ധരിച്ചു. ഇത് ഹക്കീം ഇബ്നു ഹിസാമിന് അത്ര ഇഷ്ടമായി തോന്നിയില്ല. കാരണം വലിയ വലിയ ആളുകൾ ധരിക്കേണ്ട ഈ വലിയ പ്രതാപത്തിന്റെ വസ്ത്രം ഒരടിമ ധരിക്കുക. അദ്ദേഹത്തിന്റെ മുഖത്തതിന്റെ അടയാളം കണ്ടപ്പോ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹക്കീം ഇബ്നു ഹിസാം, താങ്കൾ ഈ വസ്ത്രം ധരിക്കുവാൻ അർഹതയുണ്ടെന്ന് വിചാരിക്കുന്ന യമനിലെ രാജാവുണ്ടല്ലോ, ആ രാജാവിനേക്കാൾ ഖൈറായവനാണ് ഞാൻ. ആ രാജാവിനേക്കാൾ ഖൈറായവനാണ് എൻ്റെ പിതാവ്. എന്താണ് ആ ഖൈറിന്റെ അടയാളം എന്നറിയോ? ആ ഖൈറിന്റെ അടയാളം അവന്റെ വിശ്വാസമാണ്. ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് ആ രാജാവിനേക്കാൾ മേലെയാണ് എൻ്റെ സ്ഥാനം എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
മദീനയിലെ മാർക്കറ്റിൽ നടക്കുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, കഠിനാധ്വാനിയായ ചെറുപ്പക്കാരനാ, അടിമയാണ്, മെലിഞ്ഞ് പല്ലുന്തിയ കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ചെറുപ്പക്കാരൻ, പേര് സാഹിർ എന്നാണ്. വേർത്തൊലിച്ച് നഗ്നമായ ശരീരത്തിലൂടെ വേർപ്പ് ചാലിട്ടൊഴുകി അയാൾ യജമാനന് വേണ്ടി മരുഭൂമിയിൽ നാൽക്കാലിയെ പോലെ പണിയെടുക്കുകയാണ്. ആരും അയാളെ കാണുന്നില്ല, ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല, അയാളൊരു അടിമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സമീപത്തെത്തി അദ്ദേഹത്തിന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആര്? ഈ സാഹിർ. ആരാണ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ? ഈ ഭൂമിയിൽ ആരായുള്ളത്? അടിമയായ എന്നെ. അദ്ദേഹം കൊതറി നോക്കി. പ്രവാചകൻ പതുക്കെ കൈമാറ്റിയപ്പോൾ അദ്ദേഹം പ്രവാചകനെ കണ്ടു. അന്തം വിട്ടുപോയി ആകപ്പാടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് ഈ സാഹിറിന്റെ കൈ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് ആ മാർക്കറ്റിൽ വിളിച്ചു പറഞ്ഞു, ദാ ഒരു സാധനം വിൽക്കാൻ കിട്ടോ, നല്ല സാധനമാണ്, നല്ല വില കിട്ടിയാലേ തരുള്ളൂ. സാഹിർ വിനയത്തോടു കൂടി പറഞ്ഞു, റസൂലെ ഈ സാഹിറിനെ ആർക്ക് വേണം? അടിമയാണ്, കാണാൻ ഭംഗിയില്ലാത്തവനാണ്, ശരീരത്തിന് ക്ഷമതയില്ലാത്തവനാണ്, ഒന്നിനും പറ്റാത്തവനാണ്. ഈ സാഹിറിന് എന്ത് 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 വിലയുണ്ട് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറിന്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു, സാഹിർ, താങ്കൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ വിലയുള്ളവനാണ്. താങ്കൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ വിലയുള്ളവനാണ്. ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അറേബ്യയുടെ ചന്തയിൽ വിറ്റ ഈ ചെറുപ്പക്കാരന്റെ വില എന്താ? അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കാനാവുക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനകരമായ കർമ്മം നിർവഹിക്കുന്നവൻ അഭിമാനിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതം നമുക്ക് അഭിമാനമായി മാറണം, നമ്മുടെ ആദർശം നമുക്ക് അഭിമാനമായി മാറണം, നമ്മുടെ വിശ്വാസം നമുക്ക് അഭിമാനമായി മാറണം. അത് അഭിമാനമാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കാൻ വേറെ ഒരാൾക്കും കഴിയില്ല. അതല്ല നേരത്തെ പറഞ്ഞ പോലെ മതമല്ല അഭിമാനം, തറവാടാണ് അഭിമാനം, പണമാണ് അഭിമാനം, നിറമാണ് അഭിമാനം, സൗന്ദര്യമാണ് അഭിമാനം, ജാടകളാണ് അഭിമാനം എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ. അവർക്ക് മതം ഒരു ഭാരമായി മാറും, അവർക്ക് ഇസ്ലാം ഒരു തടസ്സമായി മാറും. കാരണം അവരുടെ കണ്ണിലെ അഭിമാനം ഭൗതികമായ വിഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. പണത്തിന്റെയും പ്രതാപത്തിന്റെയും നെകളിപ്പിൽ നിങ്ങളുടെ മുമ്പിലൂടെ അങ്ങനെ വിലസി നടക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ ജീവിതം കാണുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അങ്ങനെയായെങ്കിൽ ഞാനും അങ്ങനെയായെങ്കിൽ, എനിക്കും അങ്ങനെ കിട്ടിയെങ്കിൽ, എനിക്കും അങ്ങനെ ആയെങ്കിൽ, നിങ്ങൾ ആരും അതിൽ വഞ്ചിക്കപ്പെടരുത്. കാരണം മതാഉൻ ഖലീൽ, അവർ അനുഭവിക്കുന്ന ഈ സുഖമുണ്ടല്ലോ അത് കുറഞ്ഞ കാലത്തേക്കാ. സുമ്മ മഅവാഹും ജഹന്നം, പിന്നെ അവരുടെ കേന്ദ്രം നരകമാണ്. വബിസൽ മിഹാദ്, എത്ര മോശപ്പെട്ട മടക്ക സ്ഥലമാണത് അല്ലേ? അപ്പോ ഒന്നുകൂടി പറയാം, നമ്മുടെ വിശ്വാസം അത് നമുക്ക് അഭിമാനം നൽകുന്ന വിശ്വാസമാവണം. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തും, അതുമായി ബന്ധപ്പെട്ട സംസ്കാരം, അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ, അതൊക്കെ അഭിമാനത്തോടെ നിർവഹിക്കണം. ഒരു ഭാരമായിട്ടല്ല, വെറുപ്പോട് കൂടിയിട്ടല്ല, നിർബന്ധിക്കപ്പെട്ടിട്ടല്ല. സക്കാത്ത് ഇത് എൻ്റെ സ്വത്തിനെ സംരക്ഷിക്കാനും എനിക്ക് സ്വർഗം നൽകാനും അള്ളാഹു നിശ്ചയിച്ച ഒരു നല്ല ഏർപ്പാടാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ സക്കാത്ത് എന്നോട് ചോദിക്കാതെ അതതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാൻ ഞാൻ റെഡിയാവും. എന്നാൽ ആ ബോധമില്ലെങ്കിലോ, ആ ബോധമില്ലെങ്കിൽ സക്കാത്തിന്റെ അവകാശികൾ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ എൻ്റെ പണം ഞാനെന്തിനവർക്ക് കൊടുക്കണം എന്ന ചിന്ത അവന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കും. ഒരു ഉപകാരം ആർക്കും ചെയ്യാൻ കഴിയില്ല, ഒരാളോടും നല്ല നിലയ്ക്ക് പെരുമാറാൻ കഴിയില്ല, ഒരാളെയും സ്നേഹിക്കാൻ കഴിയില്ല. അവനൊരു വല്ലാത്ത സ്വാർത്ഥതയിലേക്ക് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പേരിൽ അഭിമാനികളാവുക. ഞാനൊരു മുസ്ലിമാണ് എന്നത് ഒരു അഭിമാനമായി നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു വെക്കുക. ആ അഭിമാനത്തിന്റെ വഴിയിൽ നിന്ന് ഞാൻ ഒരിക്കലും വഴിമാറിപ്പോവുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ്
എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത്, മനുഷ്യരെ ഈ മതം നോക്കിക്കാണുന്നത് എത്ര മനോഹരമായിട്ടാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. മനുഷ്യരെ, നിങ്ങളൊക്കെ ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാ. ഒരു നാട്ടുകാരോടല്ല, ഒരു ദേശക്കാരോടല്ല, ഒരു മതക്കാരോടല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരോടും, കറുത്തതും വെളുത്തതും കുറിയതും ഉയർന്നതും തടിച്ചതും മെലിഞ്ഞതും സമ്പന്നനും ദരിദ്രനും അറിവുള്ളവനും ഇല്ലാത്തവനും ഒക്കെ എല്ലാവരും ഏത് വർഗത്തിന്റെ പേരിലോ ഏത് ജാതിയുടെ പേരിലോ ഏത് കോലത്തിന്റെ പേരിലോ അറിയപ്പെടുന്ന മുഴുവൻ മനുഷ്യന്മാരും, നമ്മളും നമ്മുടെയൊക്കെ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരും, വെളിച്ചം കാണാതെ കാടുകളിൽ പാറമടകളിൽ പാർക്കുന്ന അളകളിൽ പാർക്കുന്ന വനവാസികളും എല്ലാവരും മനുഷ്യനാണോ? ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കളാ. നിറത്തിന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ ജോലിയുടെ പേരിലോ പണത്തിന്റെ പേരിലോ ഒരാൾക്കും മറ്റൊരാളെക്കാൾ ഒരു പ്രത്യേകതയുമില്ല. ഇന്നഅക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ ആദരിക്കപ്പെടുന്നത്, അവന് പ്രത്യേകമായ സ്ഥാനം ലഭിക്കുന്നത് ആ അല്ലാഹുവുമായിട്ടുള്ള അവന്റെ ബന്ധം എങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആര് തന്റെ സൃഷ്ടാവിനെ കൂടുതൽ ആരാധിക്കുന്നോ അവന് സൃഷ്ടാവിന്റെ അടുക്കൽ സ്ഥാനം കൂടുതലുണ്ട് എന്നല്ലാതെ ഈ ദുന്യാവിലെ ഏതെങ്കിലും വർണ്ണ സമ്പത്തിന്റെ തറവാടിന്റെ ഒരടിസ്ഥാനത്തിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനേക്കാൾ മേലെയാകുന്നില്ല എന്നർത്ഥം. മാനവികത. ലോകത്തിലെ മനുഷ്യരെല്ലാവരും സമന്മാരാണ് എന്ന ആ വിശ്വാസമുണ്ടല്ലോ, അത് കേവലം വാക്കിലല്ല, അത് വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ ഭാഗമാക്കിയ മതം. നോക്കൂ നിങ്ങൾ, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഈ മതത്തോളം മനോഹരമായി പറഞ്ഞ ആരാളുള്ളത്? പുതിയ പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ. എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എന്തിൻ്റെ ജീവിതം കളയണം? എൻ്റെ ബാപ്പയുടെയും ഉമ്മയുടെയും ചില ജൈവികമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഉൽപ്പന്നമായ ഞാൻ എന്തിനെൻ്റെ ജീവിതത്തിനെ അവർക്ക് വേണ്ടി ഞാൻ കളയണം എന്ന് ചോദിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ, നിന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും തൃപ്തിയിലാണ് നിന്റെ രക്ഷ. തൃപ്തി. ഈ തൃപ്തി എന്ന് പറഞ്ഞാലേ അത് ഭീഷണിപ്പെടുത്തിയാണ്ടാണ് സംഗതിയല്ല. ബാപ്പാന്റെ ഇമ്മാന്റെ മുമ്പിൽ കണ്ണുരുട്ടിയിട്ടേ മര്യാദക്കോടെ പറയുന്നത് കേട്ട് ഇരുന്നോളി, ഇല്ലെങ്കിൽ കയ്യും കാതും ഞാൻ മുറിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബാപ്പയും ഇമ്മയും ഉണ്ടാതിരിക്കും. പക്ഷെ അതല്ല പ്രശ്നം. എന്താ റിള? തൃപ്തി ഉണ്ടാവണം. എന്റെ ബാപ്പ എന്നോട് തൃപ്തിപ്പെട്ടവനാവണം, എന്റെ ഉമ്മ എന്നോട് തൃപ്തിപ്പെട്ടവനാവണം. ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചിലാവൂല. ഞാൻ അവർക്ക് വേണ്ടി കൊട്ടാരം ഉണ്ടാക്കിയത് കൊണ്ടോ ഞാൻ അവർക്ക് വേണ്ടി കോടി മുടക്കിയത് കൊണ്ടോ അവർ തൃപ്തിപ്പെട്ടുകൊള്ളണമെന്നില്ല. ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് മാതാപിതാക്കളെ ഒതുക്കി നിർത്തുന്നവർ, മൂലയിലാക്കുന്നവർ, മിണ്ടരുത്, ആരോടെങ്കിലും പറഞ്ഞാൽ നാവു ഞാൻ അരിയെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയവർ. ഈ മതം പറയുന്നത് കഴിച്ചിലാവൂല. നിന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടാതെ രക്ഷപ്പെടുകയില്ല എന്ന് നിനക്ക് ഉറപ്പല്ലേ? ആ റബ്ബിന്റെ തൃപ്തി കിട്ടണമെങ്കിലേ നിന്റെ മാതാപിതാക്കൾ നിന്റെ കാര്യത്തിൽ, നിന്റെ സേവനത്തിൽ, നിന്റെ പ്രവർത്തനത്തിൽ, നിന്റെ പെരുമാറ്റത്തിൽ അവർ തൃപ്തരായിരിക്കണം. ഇല്ലാതെ രക്ഷപ്പെടൂല. നോക്ക് നിങ്ങൾ, ഇത്രയേറെ കൃത്യമായി ഈ ആദർശം പറയാൻ ലോകത്ത് വേറെ ആർക്കാ കഴിഞ്ഞ്? നോക്കൂ നിങ്ങൾ, ലഹരി, മദ്യം ഹറാമാണ്, നിഷിദ്ധമാണ്, തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ ഒരൊറ്റ വേദഗ്രന്ഥമേ ലോകത്തുള്ളൂ. മദ്യം ഹറാമാണ്. പ്രവാചകന്റെ കാലത്ത് മദ്യമുണ്ടാക്കിയത് ഈ രാസവസ്തുക്കളൊന്നും കൂട്ടിയിട്ടല്ല, സിന്തറ്റിക് രാസവസ്തുക്കളൊന്നുമല്ല. പ്രവാചകന്റെ കാലത്തെ മദ്യം എന്ന് പറയുന്നത് മുന്തിരികൾ വായു കടക്കാത്ത കുടത്തിന്റെ ഉള്ളിൽ മുന്തിരി പറിച്ചിട്ട് ആ മുന്തിരിയുടെ കുടം മണ്ണിൽ കുഴിച്ചിട്ട് 2-3 മാസം കഴിയുമ്പോൾ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ മുന്തിരി ദ്രവിച്ചുണ്ടാക്കുന്ന മദ്യമുണ്ടല്ലോ, അതാണ് അന്നത്തെ കള്ള്. ആ കള്ള ഇസ്ലാം വിരോധിച്ചത്. പാടില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, ഒരു തരി നിന്റെ വായിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നിന്റെ നിസ്കാരം പോലും സ്വീകരിക്കൂല എന്നാ പറഞ്ഞേ. അത്ര ഗൗരവത്തില്. എന്നിട്ടോ ഇന്നിപ്പോ എന്താ അവസ്ഥ അറിയോ? നമ്മുടെ നാട്ടിലെ പോലീസ് കണക്ക് പ്രകാരം തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറി, പീഡനം, ബലാത്സംഗം, വാഹനാപകടങ്ങൾ തുടങ്ങി മുഴുവൻ കേസുകളുടെ പിന്നിലും 70% ലഹരിയാണ് പ്രതി എന്നത് അംഗീകരിക്കപ്പെട്ട കാര്യമല്ലേ? ഇത്ര കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞ് ലഹരി അടുപ്പിക്കരുതിട്ടോന്ന്.
ഒരു തുള്ളി പോലും, അതെന്തായാലും, തോനയായാലും കുറച്ചായാലും, പുകയായാലും പൊടിയായാലും വെള്ളമായാലും ഇലയായാലും പാമ്പായാലും എന്തായാലും അത് നിഷിദ്ധമാണെന്ന് എത്ര കൃത്യമായിട്ടാ പറഞ്ഞല്ലേ. വലാ തഖ്റബുസ്സിന, വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞേ, വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞേ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. വ്യഭിചാരത്തിന് വഴിവെക്കുന്ന നോട്ടം മുതൽ, സംസാരം മുതൽ, ഒരുമിച്ച് കൂടൽ മുതൽ, സ്പർശനം മുതൽ, ഒറ്റക്കാകൽ മുതൽ സകലവും ഇസ്ലാം ഹറാമാക്കി. കാരണം മനുഷ്യ ജീവിതത്തിന്റെ, അവന്റെ കുടുംബ ജീവിതത്തിന്റെ അടിക്കല്ലളക്കുന്ന സംവിധാനമായി വ്യഭിചാരം മാറുമെന്നതുകൊണ്ടല്ലേ അത്ര രൂക്ഷമായിട്ട് ഇസ്ലാം പറഞ്ഞ്. അങ്ങനെ പറഞ്ഞ വേറെ ഒരു ആദർശത്തെ ലോകത്ത് കണ്ടെത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് കുറ്റമറ്റ വിശ്വാസം, കുറ്റമറ്റ ആദർശം. പലിശയുമായി ബന്ധപ്പെട്ട് ഇത്ര ഗൗരവത്തോടു കൂടി സംസാരിച്ച ഒരു മതം വേറെയുണ്ടോ? ഒരു ആദർശം വേറെയുണ്ടോ? ഒരു സംവിധാനം വേറെയുണ്ടോ? ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക തകർച്ചകളുടെ മൂലകാരണം കൊതിയന്മാരായ പലിശക്കാരായ രാഷ്ട്രങ്ങളുടെ, വ്യക്തികളുടെ, സംവിധാനങ്ങളുടെ പിടിച്ചുപറിയാണ് എന്നറിയാത്ത ആരായി ലോകത്തുള്ളത്? അല്ലേ? ഇസ്ലാം പലിശയെ എത്ര കർശനമായിട്ട് നിരോധിച്ച്, അല്ലേ? അങ്ങനെ മനുഷ്യർക്ക് അപകടകരമായതൊക്കെ ഇസ്ലാം വിരോധിച്ചു, മനുഷ്യർക്ക് ഗുണകരമായതൊക്കെ ഇസ്ലാം അനുവദിച്ചു. നിങ്ങൾ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളെ പരിശോധിക്കും. 5 നേരത്തെ നമസ്കാരം എല്ലാ നിലക്കും ആരോഗ്യപരമായി, മാനസികമായി, ചിന്താപരമായി എല്ലാ നിലക്കും മനുഷ്യർക്ക് ഗുണകരമാണെന്ന് എല്ലാവരും പറഞ്ഞ കാര്യമില്ല. ഇസ്ലാമിലെ നമസ്കാരത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ നോമ്പിനെ കുറിച്ച് ആർക്കാ ഒരു എതിര് പറയാനുള്ളത്? ഇസ്ലാമിലെ സക്കാത്തിനെ കുറിച്ച് ആർക്കാ ഒരു എതിര് പറയാനുള്ളത്? ഇസ്ലാമിന്റെ ഓരോ അനുഷ്ഠാനങ്ങളും എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളൊക്കെ മനുഷ്യ സമൂഹത്തിന് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ വൈവാഹിക നിയമങ്ങൾ, അതിന്റെ കുടുംബ ബന്ധ നിയമങ്ങൾ, അതിന്റെ വിവാഹമോചന നിയമങ്ങൾ, അതിന്റെ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതിന്റെ കച്ചവട നിയമങ്ങൾ, അതിന്റെ കൊടുക്കലും വാങ്ങലുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എല്ലാം കൃത്യമാണ്, ന്യൂനതകളില്ലാത്തതാണ്, സമ്പൂർണമാണ്. അത് ആ ഒരു ആദർശത്തിന്റെ വാക്താവ് എന്നുള്ള നിലക്ക് ആരുടെ മുമ്പിലും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കേണ്ട നമ്മൾ ഭൗതികതയ്ക്ക് കീഴടങ്ങിയപ്പോൾ പലപ്പോഴും നമ്മുടെ മതം നമുക്ക് ഭാരമായിട്ട് മാറുക, നമ്മുടെ മതത്തിന്റെ ആചാരങ്ങൾ നമുക്ക് മോശമായിട്ട് മാറുക, നമ്മുടെ മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ നമുക്ക് 2ാം നമ്പറായിട്ട് മാറുക. എന്നിട്ട് അപ്പുറത്തുനിന്ന് കടെടുക്കേണ്ടി വരിക, അല്ലേ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ഇതാണ്. മറ്റേതൊന്നും അവിടെ കൊന്നോലോ, ഇവിടെ മരിച്ചോലോ, 40,000 ആയോലോ, 60,000 ആയോലോ നിങ്ങൾ ബേജാറാവേണ്ട. ഒരാള് ഇസ്ലാമിന് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്നാ അള്ളാന്റെ അടുത്ത് രക്തസാക്ഷികൾ ജീവിച്ചു കൊണ്ടിരിക്കുക. പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ, നമ്മളെ ഭൂമിയിൽ ഈ റേഷനും ഈ എടങ്ങേറുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഏറെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി നിങ്ങൾ ആവലാതിപ്പെടണ്ട, വേവലാതിപ്പെടണ്ട. ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമിനെ പിടിച്ചിറക്കിക്കൊണ്ടുപോയി നമ്മുടെ മനസ്സുകളെ ഇസ്ലാമില്ലാത്ത ശവപ്പറമ്പാക്കി മാറ്റുന്ന സാംസ്കാരിക പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ എൻ്റെ മതത്തിൻ്റെ പേരിൽ അഭിമാനിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റണം, നമ്മുടെ കുടുംബത്തിന് പറ്റണം, നമ്മുടെ മക്കൾക്ക് പറ്റണം, സമൂഹത്തിന് പറ്റണം. അല്ലെങ്കിൽ തകർന്നു പോകും. അവസാനം ഒന്നുമില്ലാത്ത ചണ്ടിയായി, റസൂൽ പറഞ്ഞില്ലേ, മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടിയായി മാറുമെന്ന് പറഞ്ഞില്ലേ, ചണ്ടിയായിട്ട് മാറും. ആർക്കും വേണ്ടാത്തവരായി, ആരാലും പരിഗണിക്കപ്പെടാത്തവരായി മാറുന്ന അവസ്ഥയുണ്ടാകുമെന്നത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ മതത്തിനെ, ദീനിനെ ശരിയായി മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന, ആ ദീനിനെ അഭിമാനമായി നെഞ്ചിലേറ്റാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്.